പോറ്റിയെ കേറ്റിയെ പാട്ടിനെതിരെ ഡിജിപിക്ക് പരാതി. മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്നാണ് പരാതി. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് പാട്ടിനെ വികലമാക്കിയതെന്ന് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതി നൽകിയത്. നന്ദുഷ ചേരുന്നു. നന്ദുഷ, എന്താണ് പരാതിയിലുള്ളത്? CPM-ഉം ഇതുമായി ബന്ധപ്പെട്ട് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. എന്താണ് പാട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? പോറ്റിയെ കേറ്റിയെ പാട്ട് രാഷ്ട്രീയ ലാഭത്തിനായി ഭക്തിഗാനത്തെ വികലമാക്കി ചിത്രീകരിച്ചു ഉപയോഗിച്ചു എന്നാരോപിച്ചാണ് DGPക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള പ്രസാദ് കുഴിക്കാലയാണ് ഇത്തരത്തിലുള്ള പരാതി നൽകിയിരിക്കുന്നത്. മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ചിത്രീകരിച്ചു എന്നാണ് അദ്ദേഹം പരാതിയിൽ പറയുന്നത്. അതോടൊപ്പം അയ്യപ്പന്റെ പേര് ഇത്തരത്തിലൊരു പാരഡി സോങ്ങിലേക്ക് ചേർത്തുകൊണ്ട് മതവികാരത്തെ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയെ അപമാനിക്കുന്ന തരത്തിലാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതായത് ഈ പരാതിയെ പൂർണ്ണമായും അനുകൂലിച്ചുകൊണ്ടാണ് പത്തനംതിട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ മതവികാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മതപരമായ ഭക്തിഗാനത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നു, അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് രാജു ഇബ്രഹാം പറയുന്നത്. ഏതായാലും പ്രസാദ് കുഴിക്കാലയുടെ പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഈ പാരഡി ഗാനത്തിന്റെ അല്ലെങ്കിൽ ഈ പാട്ടിന്റെ പ്രചരണം ഉടൻ തന്നെ അവസാനിപ്പിക്കണം. ഇത് ഇനി പൊതുവേദികളിൽ കേൾപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. DGPയുടെ പരാതിയിൽ തീരുമാനമായതിനാൽ കോടതിയിലടക്കം കേസ് നൽകാനാണെന്നുള്ളത് പ്രസാദ് കുഴിക്കാലയുടെ തീരുമാനം ധരിച്ചു. ശരി നന്ദുഷ.